ഹലോ അസ്സലാമലൈക്കും. ഞാൻ അനിയത്തിൻ്റെ ഡെലിവറി ആണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്തെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൊട്ടയിലേക്കാക്കി മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി വേറെ ബാഗിലേക്കൊക്കെ ആക്കണം. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും ഡ്രസ്സുകളും ഒക്കെ ആണ്. പിന്നെ ഇപ്പം അധികം ദിവസമൊന്നും ഹോസ്പിറ്റലിൽ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം 3 കൂട്ടം ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തു വെക്കണത്. ഇത് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ഡ്രസ്സ് പുതിയതാണ് ഇസ്തിരി ഇട്ട് അലക്കി വെച്ചതാണ്. അതിന് അയൺ ചെയ്ത് മടക്കിയിട്ട് വേറൊരു കവറിലേക്കാക്കി മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉമ്മാക്കുള്ള ഡ്രസ്സുകളും പിന്നെ വാവൻ്റെ ഡ്രസ്സുകളും ഒക്കെ വേറെ കവറിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതവർ ബാഗിലാക്കിക്കോളും. പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടത് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പോകുന്നതിന് മുന്നേ ഞാനൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ വാവയ്ക്ക് വേണ്ടിയിട്ട് 2 ഡ്രസ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു കേട്ടോ. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് അതേപോലെ ഒരു വൈറ്റ് തുണി എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ നൂലുകൊണ്ടൊരു വർക്കും കൊടുത്ത് അതേപോലെ അവിടെ ആയിട്ട് കുറച്ച് റോസുകളും ഞാനിങ്ങനെ തുന്നി കൊടുത്തതാണ് കേട്ടോ. ഇത് അവൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പുതക്കാനും ഉപയോഗിക്കാം. പിന്നെ ഇനി വീട്ടിലെത്തിയാൽ വാവക്ക് തൊട്ടിലായിട്ടും യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. പിന്നെ വാവക്കുള്ള ടർക്കി കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചതും ഉണ്ട്, 2-3 എണ്ണം. അതൊക്കെ അലക്കി ഒന്ന് വെച്ചതാണ് കേട്ടോ, ഇട്ട് വെച്ചതാണ്. അതേപോലെ ഈ ഞാൻ തുന്നിയിട്ടുള്ള 2 ഡ്രസ്സുകളുണ്ട്. എന്തായാലും ഒരാഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ എൻ്റെ മോനക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതും പിന്നെ അത്യാവശ്യത്തിനുള്ള പാത്രങ്ങൾ, കെറ്റിൽ, പിന്നെ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ തന്നെ ഒരു കവറിലാക്കി വെക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഓഗസ്റ്റ് 2 അവളെ പ്രസവിച്ചു. നോർമൽ ഡെലിവറിയാണ്. ബേബി ഗേളാണ്. മാഷാ അല്ലാ. ദെൻവീൻ ഖദീജ എന്നാണ് പേര്. അപ്പോൾ അവൾ ഉണ്ടായ ദിവസമൊന്നും ഹോസ്പിറ്റലിലേക്കൊന്നും അധികാരിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിന് വീട്ടിൽ വന്നിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ. ഞാൻ ഇവിടെ അബിക്കാക്കൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അന്ന് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ വാവയ്ക്ക് വേണ്ടി കുറച്ച് ബേബി പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പെരിന്തൽമണ്ണയിലുള്ള ഹെന്ന മെറ്റേണിറ്റി വെയർ എന്ന് പറഞ്ഞിട്ടുള്ള കടയിലേന് പോയിട്ടുണ്ടായത്. അപ്പോൾ അവിടെ അത്യാവശ്യം ബേബിക്കും അമ്മക്കൊക്കെ വേണ്ടിയ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു. വീട്ടിൻ്റെ അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് അവിടെ അത്ര ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കരിഞ്ഞ നീല കളറിലുള്ള ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് തന്നെ കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മളറിയാതെ കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് പോകും. അപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ ഐറ്റംസൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത് ഫീഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു തുണിയാണെന്ന്, ക്ലോത്താണെന്ന് പറഞ്ഞു. അപ്പോൾ പബ്ലിക്കൊക്കെ ആയിട്ട് ഫീഡ് ചെയ്യണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ പിന്നെ നമ്മൾ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് മെറ്റേണിറ്റി പാഡ്സും പാൻറ്റീസും ഒക്കെ ആണ്. പിന്നെ അതേപോലെ അമ്മമാർക്ക് ഈ ഫീഡിങ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ളതായിട്ടുള്ള കുറേ പേഴ്സണലായ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് വേണമെങ്കിലും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ മെറ്റേണിറ്റി വെയറാണ്. അതായത് ഫീഡ് ചെയ്യുന്ന സമയത്തും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ. ഇതിനൊക്കെ സിബൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കാണുമ്പോൾ ഒന്നും അറിയുന്നൊന്നുമില്ല. ഇത് ഭയങ്കര റേഞ്ചിലൊന്നും അല്ല കേട്ടോ ഡ്രസ്സുകളുള്ളത്. ഒരു 500 റേഞ്ച് മുതലൊക്കെ ഉണ്ട്. 1500 ഉള്ളിലൊക്കെ ഉള്ളത് നല്ല ടോപ്സും ഫുള്ളായിട്ടുള്ള മാക്സി ഡ്രസ്സ് ടൈപ്പുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ സിബുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നില്ല, ഉള്ളിലേക്ക് നോക്കുമ്പോഴേ കാണുന്നുള്ളൂ. ഈ ഒരു ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എപ്പോഴും വേഗം വലിച്ചിട്ട് പോകാൻ പറ്റിയ, എന്നാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള, എന്നാൽ ഇനി അത്യാവശ്യം സമയം വന്നാൽ ഫീഡ് ചെയ്യിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളെ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ ആരെങ്കിലും ഇഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഷോപ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനത്തെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഫുള്ളായിട്ടുള്ളൊരു മാക്സി ഡ്രസ്സാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിനൊരു 1400 അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതേപോലത്തെ ഒരുപാട് ടോപ്പ്, നൈറ്റ് വെയർ, അങ്ങനെ പലതും നൈറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെയുള്ള കൊട്ടകളും ഓർഗനൈസേഴ്സും പിന്നെ മദേഴ്സ് ബാഗും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വേറെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങി. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.